രാത്രി 12 മണിയാകാൻ 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ ആ സെമിത്തേരിയുടെ താഴ്ന്ന മതിൽ കടന്ന് അകത്തേക്ക് കയറിയത്. ആകാശം ഇരുണ്ടിരുന്നു. ഇടയ്ക്കിടെ മേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രപ്രകാശം മിന്നിമറയുന്നുണ്ടായിരുന്നു. വാൻ ഹെൽസിംഗ് മുന്നിലും ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് തൊട്ടുപിന്നിലുമായി നടന്നു. ശവകുടീരത്തിനടുത്തെത്തിയപ്പോൾ ഞാൻ ആർതറെ ശ്രദ്ധിച്ചു. തന്റെ പ്രിയപ്പെട്ടവളുടെ ഓർമ്മകൾ നിറഞ്ഞ ആ സ്ഥലം അവനെ തളർത്തുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ അവൻ ധീരനായി നിലകൊണ്ടു. പ്രൊഫസർ വാതിൽ തുറന്നു. അദ്ദേഹം ആദ്യം അകത്തേക്ക് കയറി. പിന്നാലെ ഞങ്ങളും. അദ്ദേഹം ലാന്റേൺ തെളിച്ചുകൊണ്ട് ശവപ്പെട്ടിയിലേക്ക് ചൂണ്ടി. വാൻ ഹെൽസിംഗ് എന്നോട് ചോദിച്ചു, ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ലൂസിയുടെ ശരീരം ഈ ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു എന്ന് മറുപടി നൽകി. പ്രൊഫസർ ശവപ്പെട്ടിയുടെ മൂടി മാറ്റിയപ്പോൾ അത് ശൂന്യമായിരുന്നു. 2 രാത്രികൾക്ക് മുൻപ് താനും സെവാർഡും ഇവിടെ വന്നപ്പോൾ ശവപ്പെട്ടി ശൂന്യമായിരുന്നുവെന്നും പിന്നീട് ഒരു വെളുത്ത രൂപം മരങ്ങൾക്കിടയിലൂടെ വരുന്നത് കണ്ടുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആ രൂപം ലൂസിയുടേതായിരുന്നു. പുറത്തിറങ്ങിയ വാൻ ഹെൽസിംഗ് ഒരുതരം വിശുദ്ധമായ അപ്പം, ദ ഹോസ്റ്റ്, ഉപയോഗിച്ച് ശവകുടീരത്തിന്റെ വിടവുകൾ അടച്ചു. വാമ്പയറുകൾക്ക് അത് മറികടക്കാൻ കഴിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപം ദൂരെ നിന്ന് വരുന്നത് ഞങ്ങൾ കണ്ടു. അത് ലൂസിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്ന പഴയ ലൂസിയായിരുന്നില്ല അവൾ. അവളുടെ മനോഹാരിത ക്രൂരതയായി മാറിയിരിക്കുന്നു. വിശുദ്ധിക്കു പകരം പൈശാചികത അവളുടെ മുഖത്ത് നിഴലിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ അവൾ ദയയില്ലാതെ നിലത്തെറിഞ്ഞു. ആർതറെ കണ്ടപ്പോൾ അവൾ കാമവികാരത്തോടെ വിളിച്ചു, എന്റെ അടുത്തേക്ക് വരൂ ആർതർ. എന്റെ കൈകൾ നിനക്കായി വിശക്കുന്നു. വരൂ എന്റെ ഭർത്താവെ, നമുക്കൊരുമിച്ച് വിശ്രമിക്കാം. ആർതർ ആ മന്ത്രശക്തിയിൽ പെട്ടുപോയതുപോലെ കൈകൾ നീട്ടി മുന്നോട്ട് നീങ്ങി. എന്നാൽ വാൻ ഹെൽസിംഗ് പെട്ടെന്നൊരു കുരിശ് അവർക്കിടയിൽ ഉയർത്തിപ്പിടിച്ചു. അതോടെ അവൾ ഭയന്ന് പിന്നോട്ട് മാറി ശവകുടീരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ വാൻ ഹെൽസിംഗ് വെച്ച വിശുദ്ധ വസ്തുക്കൾ കാരണം അവൾക്കതിനായില്ല. ഒടുവിൽ വാൻ ഹെൽസിംഗ് ആ വിടവുകൾ തുറന്നുകൊടുത്തപ്പോൾ അവൾ ഒരു പുക പോലെ അതിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ എത്തി. ലൂസി ഇപ്പോൾ ശവപ്പെട്ടിയിൽ ഉറങ്ങുകയായിരുന്നു. വാൻ ഹെൽസിംഗ് തന്റെ ബാഗിൽ നിന്ന് ഒരു മരക്കഷണവും സ്റ്റേക്ക് ഭാരമേറിയ ഒരു ചുറ്റികയും പുറത്തെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇവളെ വാമ്പയർ എന്ന ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഈ മരക്കഷണം അവളുടെ ഹൃദയത്തിലൂടെ അടിച്ചു കയറ്റണം. അത് ചെയ്യുന്ന കൈകൾ അവൾ ഏറ്റവും സ്നേഹിച്ചവന്റേതാകുന്നത് അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ആർതർ വിറയ്ക്കുന്ന കൈകളോടെ ആ ദൗത്യം ഏറ്റെടുത്തു. പ്രൊഫസർ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ആർതർ സർവശക്തിയുമെടുത്ത് മരക്കഷ്ണം ലൂസിയുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റി. ഭയാനകമായ ഒരു നിലവിളിയോടെ ആ ശരീരം ശവപ്പെട്ടിയിൽ കിടന്നു പിടഞ്ഞു. അവളുടെ വായിൽ നിന്ന് രക്തം നുരഞ്ഞു വന്നു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിലെല്ലാം ശാന്തമായി. ഞങ്ങൾ വീണ്ടും ശവപ്പെട്ടിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഭയാനകമായ ആ വാമ്പയർ രൂപമില്ല. പകരം ഞങ്ങൾ പഴയകാലത്ത് അറിഞ്ഞിരുന്ന സുന്ദരിയായ ലൂസിയെയാണ് കണ്ടത്. അവളുടെ ആത്മാവ് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആർതർ വാൻ ഹെൽസിംഗിനോട് നന്ദി പറഞ്ഞു. ലൂസിയുടെ മൃതദേഹത്തിൽ വാൻ ഹെൽസിംഗ് ബാക്കി കർമ്മങ്ങൾ കൂടി പൂർത്തിയാക്കി ശവപ്പെട്ടി ഭദ്രമായി അടച്ചു. പുറത്തിറങ്ങിയ വാൻ ഹെൽസിംഗ് പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മുടെ ജോലിയുടെ ഒരു ഭാഗം കഴിഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരനായ ആ വ്യക്തിയെ, ഡ്രാക്കുളയെ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യം ഇനി ബാക്കിയുണ്ട്. നമുക്കിതിനായി ഒന്നിക്കാം. ഞങ്ങൾ എല്ലാവരും അദ്ദേഹം നൽകിയ ആ ആഹ്വാനം സ്വീകരിച്ചു. ഞങ്ങൾ ബെർക്ക്ലി ഹോട്ടലിലെത്തിയപ്പോൾ വാൻ ഹെൽസിംഗിനെ കാത്ത് ഒരു ടെലിഗ്രാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ തീവണ്ടിയിൽ വരുന്നു. ജോനാഥൻ വിറ്റ്ബിയിലുണ്ട്. പ്രധാന വാർത്തയുണ്ട്. മിന ഹാർക്കർ. പ്രൊഫസർ സന്തോഷവാനായി. അത്ഭുതവതിയായ മാഡം മിന. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളിലെ രത്നം. അവൾ വരുന്നു. പക്ഷേ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ നിന്റെ വീട്ടിലേക്ക് പോകട്ടെ. സുഹൃത്തെ ജോൺ, നീ സ്റ്റേഷനിൽ പോയി അവളെ സ്വീകരിക്കണം. അവൾക്ക് തയ്യാറെടുക്കാൻ വഴിമധ്യേ തന്നെ ടെലിഗ്രാം അയക്കുക. ടെലിഗ്രാം അയച്ച ശേഷം അദ്ദേഹം ഒരു കപ്പ് ചായ കുടിച്ചു. അതിനിടയിൽ ജോനാഥൻ ഹാർക്കർ വിദേശത്തായിരുന്നപ്പോൾ എഴുതിയ ഡയറിയെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന്റെ ടൈപ്പ് ചെയ്ത ഒരു പകർപ്പും മിസ്സിസ് ഹാർക്കറുടെ വിറ്റ്ബിയിലെ ഡയറിയും എനിക്ക് നൽകി. ഇവ എടുത്ത് നന്നായി പഠിക്കുക, അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ അന്വേഷണം, ഇൻക്വിസിഷൻ തുടങ്ങാം. ഇവ സൂക്ഷിച്ചു വെക്കുക. ഇതിൽ വലിയൊരു നിധിയുണ്ട്. ഇന്ന് നീ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നിനക്ക് വലിയ വിശ്വാസം ആവശ്യമായി വരും. ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പേപ്പർ കെട്ടിന്മേൽ കൈയമർത്തി ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു. നമുക്കും മറ്റു പലർക്കും ഇതൊരു അന്ത്യത്തിന്റെ തുടക്കമായേക്കാം. അല്ലെങ്കിൽ ഭൂമിയിൽ അലയുന്ന അൺഡെഡുകളുടെ മരണമണിയായേക്കാം. തുറന്ന മനസ്സോടെ ഇത് വായിക്കുക. നിനക്ക് എന്തെങ്കിലും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും ചെയ്യുക.
നീയും ഇത്തരം വിചിത്ര കാര്യങ്ങൾ ഡയറിയിൽ കുറിക്കാറില്ലേ? അപ്പോൾ നാം വീണ്ടും കാണുമ്പോൾ ഇതെല്ലാം കൂടി പരിശോധിക്കാം. തുടർന്ന് അദ്ദേഹം തന്റെ യാത്രയ്ക്കായി ഒരുങ്ങി ലിവർപൂൾ സ്ട്രീറ്റിലേക്ക് തിരിച്ചു. ഞാൻ പാഡിംഗ്ടണിലേക്ക് പോയി. 15 മിനിറ്റോളം അവിടെ കാത്തുനിന്നു. പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറഞ്ഞു വന്നപ്പോൾ എന്റെ അതിഥിയെ എനിക്ക് നഷ്ടമായോ എന്നോർത്ത് ഞാൻ പരിഭ്രമിച്ചു. അപ്പോഴാണ് സുന്ദരിയായ കൗതുകം തോന്നുന്ന ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് ഒരു നിമിഷം നോക്കിയ ശേഷം ചോദിച്ചത്, ഡോക്ടർ സെവാർഡ് അല്ലേ? നിങ്ങൾ മിസിസ് ഹാർക്കർ? ഞാൻ മറുപടി നൽകി. അവൾ ഉടനെ കൈനീട്ടി. പാവം ലൂസിയുടെ വിവരണത്തിൽ നിന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലായി. പക്ഷേ അവൾ പെട്ടെന്ന് നിർത്തി. അവളുടെ മുഖം ചുവന്നു. എന്റെ മുഖത്തും ചുവപ്പ് പടർന്നു. അത് അവളുടെ ചോദ്യത്തിനുള്ള ഒരു നിശബ്ദ മറുപടിയായിരുന്നു. ഞാൻ അവളുടെ ലഗേജ് വാങ്ങി. അതിൽ ഒരു ടൈപ്പ്റൈറ്ററും ഉണ്ടായിരുന്നു. മിസിസ് ഹാർക്കർക്കായി മുറികൾ തയ്യാറാക്കാൻ എന്റെ വീട്ടുജോലിക്കാരിക്ക് ഒരു സന്ദേശം അയച്ച ശേഷം ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ ഫെൻചേർച്ച് സ്ട്രീറ്റിലേക്ക് പോയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതൊരു ഭ്രാന്താലയമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എങ്കിലും ഉള്ളിലേക്ക് കയറുമ്പോൾ അവളൊന്ന് വിറയ്ക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. തനിക്ക് പറയാൻ ഒരുപാടുണ്ടെന്നും അല്പം കഴിഞ്ഞ് എന്റെ സ്റ്റഡി റൂമിലേക്ക് വരാമെന്നും അവൾ പറഞ്ഞു. ഇപ്പോൾ അവൾക്കായി കാത്തിരിക്കുമ്പോൾ ഞാൻ എന്റെ ഫോണോഗ്രാഫ് ഡയറി പൂർത്തിയാക്കുകയാണ്. വാൻ ഹെൽസിംഗ് തന്ന പേപ്പറുകൾ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ജോലി നൽകണം, എങ്കിൽ മാത്രമേ എനിക്ക് ആ പേപ്പറുകൾ വായിക്കാൻ സമയം ലഭിക്കൂ. സമയം എത്ര വിലപ്പെട്ടതാണെന്ന് അവൾക്കറിയില്ല. അവളെ ഭയപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം. ഇതാ അവൾ വരുന്നു. മിന ഹാർക്കറുടെ ഡയറി, സെപ്റ്റംബർ 29. ഞാൻ തയ്യാറായി ഡോക്ടർ സെവാർഡിന്റെ മുറിയിലേക്ക് പോയി. വാതിലിന് പുറത്ത് ഞാൻ ഒരു നിമിഷം നിന്നു. കാരണം അദ്ദേഹം ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നി. പക്ഷേ അദ്ദേഹം എന്നോട് വേഗം വരാൻ പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ വാതിലിൽ മുട്ടി. അകത്തേക്ക് വരാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കയറി. അവിടെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. മേശപ്പുറത്ത് ഒരു ഫോണോഗ്രാഫ് ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഇതിനു മുമ്പ് അത് കണ്ടിട്ടില്ലാത്തതിനാൽ എനിക്ക് വലിയ താല്പര്യം തോന്നി. നിങ്ങൾ ആരോടോ സംസാരിക്കുകയാണെന്ന് ഞാൻ കരുതി, ഞാൻ പറഞ്ഞു. ഓ, അദ്ദേഹം പുഞ്ചിരിച്ചു. ഞാൻ എന്റെ ഡയറി രേഖപ്പെടുത്തുകയായിരുന്നു. നിങ്ങളുടെ ഡയറിയോ? ഞാൻ അത്ഭുതപ്പെട്ടു. ആ മെഷീനിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇതിലാണ് ഡയറി സൂക്ഷിക്കുന്നത്. എനിക്ക് വലിയ ആവേശം തോന്നി. ഇത് ഷോർട്ട് ഹാൻഡിനേക്കാൾ മികച്ചതാണല്ലോ. എനിക്കൊന്ന് കേൾക്കാമോ? അദ്ദേഹം അത് കേൾപ്പിക്കാൻ ഒരുങ്ങിയെങ്കിലും പെട്ടെന്ന് മുഖത്ത് ഒരു പരിഭ്രമം നിഴലിച്ചു. ഇതിൽ എന്റെ കേസുകളെക്കുറിച്ചാണ് കൂടുതലുള്ളത്. അത് കേൾക്കുന്നത് അല്പം ബുദ്ധിമുട്ടാകും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലൂസിയെ അവസാന നിമിഷം ശുശ്രൂഷിച്ചതല്ലേ? അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്ക് കേൾക്കണം. ഭയാനകമായ ഭാവത്തോടെ അദ്ദേഹം പറഞ്ഞു, ലൂസിയുടെ മരണം, അത് ഞാൻ ആരോടും പറയില്ല. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. ഗൗരവമായ എന്തോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ ഡയറിയിൽ നിന്ന് എനിക്ക് വേണ്ട ഭാഗം മാത്രം എടുത്തു തരാൻ എനിക്കറിയില്ല. അദ്ദേഹം പരിങ്ങി. തന്റെ രഹസ്യം പുറത്തായതുപോലെ അദ്ദേഹം വിഷമിച്ചു. ഒടുവിൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഞാനിത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തു തരാം. അദ്ദേഹം വിളറിപ്പോയി. വേണ്ട, ആ ഭയാനകമായ കഥ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാണ് മേശപ്പുറത്ത് ടൈപ്പ് ചെയ്ത കുറേ പേപ്പറുകൾ ഞാൻ കണ്ടത്. നിങ്ങൾ എന്നെ അറിയില്ല, ഞാൻ പറഞ്ഞു. ജോനാഥന്റെയും എന്റെയും ഡയറികൾ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാകും. ഒടുവിൽ അദ്ദേഹം തന്റെ വലിയ ഡ്രോയർ തുറന്ന് വാക്സ് സിലിണ്ടറുകൾ പുറത്തെടുത്തു. ശരിയാണ്, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയാം. ഈ ആദ്യത്തെ 6 സിലിണ്ടറുകൾ കേൾക്കൂ. അതിൽ പേടിക്കാനൊന്നുമില്ല. അപ്പോഴേക്കും ഡിന്നർ റെഡിയാകും. അദ്ദേഹം ആ മെഷീൻ എന്റെ മുറിയിലേക്ക് കൊണ്ടുതന്നു. ഡോക്ടർ സെവാർഡിന്റെ ഡയറി, സെപ്റ്റംബർ 29. ജോനാഥിന്റെയും മിനയുടെയും ഡയറികൾ വായിക്കുന്ന തിരക്കിൽ ഞാൻ സമയം പോയതറിഞ്ഞില്ല. മിന രാത്രി ഭക്ഷണത്തിന് താഴെ വന്നില്ല. ഞാൻ പോയി നോക്കിയപ്പോൾ അവൾ കരയുകയായിരുന്നു. ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചോ? ഞാൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ സങ്കടം എന്നെ സ്പർശിച്ചു. ആ മെഷീൻ ക്രൂരമായ സത്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ വേദന അത് എന്നോട് പറഞ്ഞു. ഞാൻ അതെല്ലാം ടൈപ്പ് ചെയ്തു. ഇനി മറ്റാരും നിങ്ങളുടെ ആ രോദനം കേൾക്കില്ല. അതെ, മറ്റാരും അറിയേണ്ടതില്ല, ഞാൻ പറഞ്ഞു. പക്ഷെ അവർ അറിഞ്ഞേ പറ്റൂ, അവൾ പറഞ്ഞു. കാരണം ഇത് ആ ഭീകരമായ കഥയുടെ ഭാഗമാണ്. ആ പിശാചിനെ ലോകത്തു നിന്ന് മാറ്റാൻ നമുക്കെല്ലാ വിവരങ്ങളും വേണം. നമുക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. അവളുടെ ധൈര്യം കണ്ട് ഞാൻ സമ്മതിച്ചു. മിന ഹാർക്കറുടെ ഡയറി, സെപ്റ്റംബർ 29. ഭക്ഷണത്തിന് ശേഷം ഞാൻ ഡോക്ടറുടെ മുറിയിൽ വന്നിരുന്ന് ബാക്കി സിലിണ്ടറുകൾ കേട്ടു. ലൂസിയുടെ മരണത്തിന്റെ ഭയാനകമായ സത്യങ്ങൾ കേട്ട് ഞാൻ തളർന്നുപോയി. ഡോക്ടർ എനിക്ക് അല്പം ബ്രാൻഡി നൽകി ആശ്വസിപ്പിച്ചു.
ജോനാഥന്റെ ട്രാൻസിൽവാനിയയിലെ അനുഭവങ്ങൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത് വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ അതെല്ലാം ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. തീയതികൾ വളരെ പ്രധാനമാണ്. വാൻ ഹെൽസിംഗ് വരുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വെക്കണം. പത്രവാർത്തകളും ഞാൻ ശേഖരിച്ചു. രാത്രി വൈകിയും ഞാൻ ജോലി ചെയ്തു. ഡോക്ടർ സെവാർഡിന്റെ ഡയറി. സെപ്റ്റംബർ 30. ജോനാഥൻ ഹാർക്കർ രാവിലെ 9 മണിക്കെത്തി. അദ്ദേഹം വളരെ ധീരനും ഊർജ്ജസ്വലനുമാണ്. അദ്ദേഹം വിറ്റ്ബിയിൽ പോയി ആ 50 പെട്ടി മണ്ണുകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. റെൻഫീൽഡ് എന്ന രോഗിയുടെ പെരുമാറ്റം കൗണ്ട് ഡ്രാക്കുളയുടെ വരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. റെൻഫീൽഡ് ഇപ്പോൾ വിചിത്രമായി ശാന്തനാണ്. ജോനാഥൻ ഹാർക്കറുടെ ഡയറി. സെപ്റ്റംബർ 29 ആൻഡ് 30. ഞാൻ വിറ്റ്ബിയിൽ പോയി 50 പെട്ടി മണ്ണുകളെക്കുറിച്ചുള്ള രേഖകൾ കണ്ടെത്തി. അവ കാർഫാക്സ് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പെട്ടികൾ മാറ്റിയ തൊഴിലാളികൾ പറയുന്നത് ആ സ്ഥലം വളരെ ഭയാനകവും പൊടി നിറഞ്ഞതുമാണെന്നാണ്. എല്ലാ പെട്ടികളും അവിടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. മിന ഹാർക്കറുടെ ഡയറി. സെപ്റ്റംബർ 30. ലോർഡ് ഗോഡാൽമിങ്ങും മിസ്റ്റർ മോറിസും എത്തി. ലൂസിയുടെ മരണം അവരെ തകർത്തിരുന്നു. ലോർഡ് ഗോഡാൽമിങ് എന്റെ അടുത്ത് വന്ന് കരഞ്ഞു. ഒരമ്മയെപ്പോലെ ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. മിസ്റ്റർ മോറിസും എന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞു. ലൂസിക്ക് ഇത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ്.